എന്തായാലും ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. എന്ത്? പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തു വന്ന് രണ്ടാം ദിവസം ചർച്ചയായത് പിഷാരടിയുടെ പഞ്ചാരേടിയാണ്. തൂക്കിയല്ലോ നാദാ, നിന്നെ തകർക്കാൻ ഈ കവർ ബോംബ് ധാരാളം മതിയടാ. അതിന്റെ അകത്തെ ഒരു പഞ്ചാരേടി ഇപ്പോൾ വലിയ കുപ്രസിദ്ധി നേടുകയാണ്. എടാ ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്ന് എടുത്ത് ചാടട്ടെ, എന്റെ കൈയും കാലും പറയണേ. രമേശ് പിഷാരടി ശ്വേതാ മേനോനോട് സംസാരിച്ച രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിരവധി ആളുകൾ വിമർശനവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. ഇനി ആ സംഭാഷണം കേൾക്കാം. വെരി സാഡ്. ഓക്കെ ശരി. അല്ല നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട. എന്താ പരിപാടി? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. ഞാനെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ഞാന് ഇവിടെ വന്നാ അത്രേ ഉള്ളൂ. ഇയാൾക്ക് എന്താണ് വയ്യേ? ഹലോ, ആ ചിരിക്കുന്ന നേരത്തെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? എന്തേ എന്തേ? സലോമിക്ക് എന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം? എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ ചിരിക്കരുത്, നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഹായ്, ഏതാ സാധനം? പിഷാരടി അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട പരിപാടി അല്ലേ? ഹി 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 ഹു 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 കി കി കി. എജ്ജാതി വേട്ടാവളിയനാണ് ഇവൻ. എത്ര അഭിനയിച്ചാലും നീ എന്നാടാ? സഖാക്കൾ വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങ് AKG സെന്ററിലെ വിദൂഷകർ വരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. ഷാഫി സ്പെഷ്യൽ സ്കൂൾ ഓഫ് സെക്ഷൽ പെർവേർട്ടിൽ ഉൾപ്പെട്ട എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണല്ലോ. മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി തോലുരിഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ അനുഭവിക്കാണ്. അങ്ങനെയൊന്നുമല്ല. തന്നോടൊക്കെ മറുപടി പറയേണ്ട നാവുണ്ടല്ലോ, ഇതുകൊണ്ടാ. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു. പറഞ്ഞത് എങ്ങോട്ടാ കേറി കേറി പോകുന്നേ? ഒരു അരുതായികയുണ്ട്. പിഷാരടി പറയുന്ന ആ തമാശ ആ രീതിയിൽ എടുക്കാൻ ശ്വേതയ്ക്ക് കഴിയുന്നില്ല. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എനിക്ക് അവിടെ വെച്ചിട്ട് കൊടുക്കാനാണ് തോന്നി. അപ്പൊ ഇതാണ് ഭരതൻ നായർ പറഞ്ഞ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. എനിക്കിനി പണിയെടുക്കണ്ട. ഭരതൻ നായരുടെ ഇപ്പോഴത്തെ കഥയും ഈ ഹിസ്റ്ററിയും ചേർത്ത് അങ്ങ് വിട്ടാ മതി. ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് നാട്ടുകാരങ്ങ് തേച്ച് പിടിപ്പിച്ചോളൂ. തൽക്കാലം ഇത്രയും മതി.